അപ്പൊ നോമ്പിലൂടെ നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ ശൈത്താൻ നമ്മളെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂല. അതാണ് ഇതിന്റെ പ്രത്യേകത. ولذلك قال رسول الله صلى الله عليه وسلم لعائشة رضي الله عنها. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞത്, ആയിഷ ദാവിമി ഖറഅ ബിൽ ജന്നതി, ദാവിമി ആയിഷ പെണ്ണേ നീ എപ്പോഴും നിത്യമാക്കണേ ഖറഅ ബിൽ ജന്നതി, സ്വർഗ്ഗത്തിന്റെ കതകിനെ എപ്പോഴും നീ മുട്ടണേ, മുട്ടിക്കൊണ്ടേ ഇരിക്കണം ആയിഷ റളിയല്ലാഹു അൻഹ. എപ്പോഴും പോയി സ്വർഗ്ഗത്തിന്റെ വാതിൽ നീ മുട്ടണം ആയിഷ. ഖുൽതു ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലിനോട് ചോദിച്ചു, ബിമാദാ, എങ്ങനെയാണ് നബിയന സ്വർഗ്ഗത്തിന്റെ വാതിൽ പോയി മുട്ടുക? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ മറുപടി പറഞ്ഞത്, ബിൽ ജൂഇ, പട്ടിണി കിടന്ന് നോമ്പ് നോറ്റിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നിങ്ങൾ പോയി സ്വർഗ്ഗത്തിന്റെ കതകിനെ മുട്ടണേ എന്ന് മഹാനായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ നഫ്സിന്റെ ശഹവത്തുകളെ നമ്മൾ അടിച്ചമർത്തലാണ്. ഫഇന്ന വസീലത്ത് ശൈത്താനി ശഹവാത്ത്, അത് നല്ല അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ശൈത്താൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള വസീല, മാർഗം എന്ന് പറഞ്ഞാൽ ശഹവാത്തുൻ നഫ്സി, നഫ്സിന്റെ ശഹവാത്തുകളാണ്, വികാര വിചാരങ്ങളാണ്. അതിനടിച്ചമർത്തൽ ബിൽ ജുഇ, പട്ടിണി കിടന്നു നോമ്പ് നോക്കൽ കൊണ്ടാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിച്ച് ദാവിമി ഖറഅ ബിൽ ജന്നതി, ഖറഅ ബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലിനെ മുട്ടലിനെ പതിവാക്കാൻ ആയിഷ എന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ?